ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അച്ചുവിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഫ്രീ ആയി. നമ്മുടെ വ്യൂവേഴ്സൊക്കെ ഇതുപോലെ ആശ്വാസമായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക കുട്ടികളുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ വീട്ടിൽ നല്ല മേളമായിരിക്കും അല്ലേ? ഇവിടെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പിന്നെ പരീക്ഷയുടെയൊക്കെ മുന്നേ തന്നെ മേളമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒച്ചയും ബഹളമൊക്കെ കൂടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ 2 ദിവസത്തെ വീഡിയോ മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ, വ്ളോഗ്. പിന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വളരെ പ്രിയപ്പെട്ട കുറച്ച് പാത്രങ്ങൾ, എൻ്റെ സ്റ്റോൺ വെയർ, കുക്ക് വെയർസ് ഉണ്ടല്ലോ, സ്റ്റോൺ വെയറും സെറാമിക്കും, അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ രാവിലെ എണീച്ചിട്ട് ഇന്ന് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് ആക്കിയത്. സാൻഡ്വിച്ചാണ്. എക്സാം ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം ഞാൻ എനിക്കും കുട്ടികൾക്കും വേണ്ടി സാൻഡ്വിച്ചാണ് ഉണ്ടാക്കിയത്. സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ എന്താ പറയുക, രാവിലെ എണീച്ച് ചില ദിവസം എന്താ ഉണ്ടാക്കുക എന്നിങ്ങനെ ഒരു കൺഫ്യൂഷനായിട്ട് എണീറ്റ് വരില്ലേ. ഞാൻ പണ്ടൊക്കെ മീൽ പ്ലാനിങ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. രാവിലെ എണീച്ചിട്ടാണ് ആലോചിക്കുക ഇന്ന് എന്താ വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ദോശയും ഇഡലിയൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ തലേ ദിവസത്തെ ഒരു പ്ലാനിങ് എനിക്കുണ്ടാവും. അതല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ രാവിലെ എണീച്ചിട്ടാണ് ഇന്നിപ്പോൾ എന്താക്കണ്ടേന്ന് ആലോചിക്കുക. അപ്പം മിക്കവാറും അങ്ങനെ ഒന്നും ഐഡിയ ഒന്നും ഇല്ലാതെ എഴുന്നേറ്റ് വരുന്ന ദിവസങ്ങളിൽ ഒന്നുമില്ലെങ്കിൽ പുട്ട് അല്ലെങ്കിൽ ചപ്പാത്തി, ഇതങ്ങനെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഈ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസത്തിലൊരിക്കൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ വലിയ താല്പര്യം അങ്ങനെ ഇല്ല. പിന്നെ കൂടുതലും വൈകുന്നേരമൊക്കെ ചായക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിക്കാനായിട്ടാണ് ഇത് കൂടുതലും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു മുട്ടേനകത്ത് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ഇട്ടിട്ട് അതങ്ങനെ ആക്കിയെടുക്കുകയാണ്. നമ്മൾ സാധാരണ ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ മുട്ട ഓംലെറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഞാൻ ഈ സാൻഡ്വിച്ച് ആദ്യം കഴിക്കുന്നത് എവിടെന്ന് വെച്ചാൽ ഞങ്ങൾ സിൽവർ സ്റ്റോമിൽ ടൂറ് പോയപ്പം അവിടെ നിന്ന് നമ്മളിങ്ങനെ ക്ഷീണിച്ച് പരവശരായിട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഇതുപോലെ ഒരു ബ്രെഡ് സാൻഡ്വിച്ച് കഴിച്ചു കേട്ടോ. അപ്പം അന്നിങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് 2 ബ്രെഡ് വെക്കുന്നുണ്ടപ്പം ഭയങ്കര അതിശയം തോന്നി. അന്നൊന്നും എത്ര വർഷം മുന്നെയാണെന്നറിയോ, ഒരു 10-15 വർഷം മുന്നത്തെ കാര്യം കേട്ടോ. അപ്പം ഞാൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അന്നാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലേ എന്ന് ആദ്യമായിട്ട് കണ്ടത്. പിന്നെ നമ്മളത് ഉണ്ടാക്കി തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആദ്യം കഴിച്ചത് അവിടുന്ന് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണേ. പിന്നെ എൻ്റെ പാൻ ഉണ്ടല്ലോ, ഇത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന പാനാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഫ്ലോപ്പായി ചെറുതായിട്ട്. നമ്മൾ വീട്ടിലുണ്ടാക്കുക, നമ്മൾ മാത്രമായിട്ട് ഉണ്ടാക്കി കഴിക്കണോണ്ട് പിന്നെ അത് ഫ്ലോപ്പായാലും കുഴപ്പമൊന്നുമില്ല, നമ്മളിതിന് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഇപ്പം എന്താണ് ഗ്യാസിൻ്റെ ഒക്കെ ഇഷ്യൂ, ഇതേ നമുക്ക് നല്ല പണി കിട്ടി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും, ഞാൻ ഈ ഹോട്ടലിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്യാസ് കുറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഗ്യാസ് തീർന്നു കേട്ടോ. ഗ്യാസ് തീർന്നപ്പോൾ നമുക്ക് കുറ്റിയൊന്നും കിട്ടിയില്ല. അപ്പം നമുക്ക് മറ്റേ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഗ്യാസ് കണക്ഷൻ അല്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും നല്ല പാടുപെട്ടു. ഇപ്പം കുക്കിംഗ് ഇൻഡക്ഷൻ കുക്കറിലാണ് ചെയ്യുന്നത്. ശരിക്കും നല്ല പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കട്ടെ എല്ലായിടത്തും. ഞാൻ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി എന്ന് പറഞ്ഞ പോലെ, ഗ്യാസിൽ കുക്ക് ചെയ്യാൻ പറ്റുന്ന പലതും നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. എന്ത് ചെയ്യും എന്ന് യാതൊരു ഐഡിയ ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ സാൻഡ്വിച്ച് ആക്കി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് കട്ട് ചെയ്തിട്ട് അപ്പം അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെക്കുകയാണ് കഴിക്കാനായിട്ട്. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയൂ കേട്ടോ. നമ്മുടെ ചാനലിൽ വലിയൊരു മാറ്റം ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നമ്മുടെ പഴയ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കി കളഞ്ഞു കേട്ടോ. അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഡിലീറ്റ് ആക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇപ്പം എന്താ വെച്ചാൽ നമ്മുടെ ഏകദേശം 1 കൊല്ലത്തിൻ്റെ മുകളിലേക്കുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ നിന്ന് റിമൂവ് ആക്കി കളഞ്ഞു ഞാൻ. എനിക്ക് തോന്നി നമ്മുടെ പാസ്റ്റ് എന്ന് പറയുന്നത് അത് എപ്പോഴും വേദനകൾ തരണതല്ലേ, അത് നമുക്ക് ഇനി വേണ്ട, നമുക്ക് കഴിഞ്ഞൊക്കെ കഴിഞ്ഞു പോട്ടെ. അപ്പം ഇനി ഫ്രഷായി നമുക്ക് പുതിയൊരു ലൈഫാണല്ലോ നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പഴയ ഓർമ്മകൾ തൽക്കാലം
എന്നെ കുത്തി നോവിക്കുന്ന തരത്തിലുള്ള ചില ഓർമ്മകളുണ്ട്. അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം എന്താണെന്ന് അറിയോ, ഞാനിപ്പം എൻ്റെ ചാനലിൽ നിന്ന് എടുത്ത് കളഞ്ഞാലും എൻ്റെ വീഡിയോന് റിയാക്ഷനൊക്കെയാന്ന് പറഞ്ഞിട്ട് കുറേ പേര് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അവരെന്തായാലും എടുത്ത് കളയില്ല. അപ്പം അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ്, നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ പേയ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇത്തിരി ഒരു ഇത് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് ഒന്ന് ഡിലീറ്റ് ആക്കി കളയാം. നിങ്ങൾക്ക് എന്തായാലും ഓൾറെഡി പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എൻ്റെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളതൊന്ന് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ ഞാനിന്ന് പറഞ്ഞില്ലേ, എൻ്റെ സ്റ്റോൺ വെയർ, അതുപോലെ മറ്റേ സെറാമിക്കിൻ്റെ കുറച്ച് പാത്രങ്ങൾ എല്ലാം ഒന്നും ഇല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യണത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ഇങ്ങനത്തെ പാത്രങ്ങൾ, എനിക്ക് ഈ ക്രോക്കറി ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കൊതിയാണ് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ മാളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ സൈറ്റിൽ കയറി എന്തെങ്കിലുമൊക്കെ നോക്കുക വേണ്ടി പറയുമ്പം സാധാരണ നമ്മൾ സ്ത്രീകളുടെ സ്വഭാവം വെച്ച് എല്ലാവരും പറയണത് നമ്മൾ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഒക്കെയാണ് നോക്കാൻ. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നോക്കാനാണ്. എനിക്കതിനോട് ഭയങ്കര കൊതിയാണ്. ഞാൻ ആരുടെയെങ്കിലും വീഡിയോസ് കാണുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ അവരുടെ വീഡിയോയിൽ ശ്രദ്ധിക്കുക അവരുടെ പാത്രങ്ങളാണ്, അവരുടെ കത്തികളാണ്, അവരുടെ കുക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം വൈറ്റ് കളറുള്ള പാത്രങ്ങളോടാണ്. വൈറ്റിൻ്റെ മുകളിലെ ഈ ബോർഡർ ഉള്ള ബ്ലൂ, ഗ്രേ, ബ്ലാക്ക് ബോർഡറൊക്കെ ഉള്ള പ്ലേറ്റ്സ്, കപ്പ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ വൈറ്റിൻ്റെ തന്നെ നല്ലൊരു കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് മേടിച്ചതല്ല, കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ കുട്ടി സാലറി കൂട്ടി വെച്ചിട്ട് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിയിട്ടുള്ള. അപ്പോൾ അതിൽ ഞാൻ കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വന്നതിന് ശേഷം എനിക്കിത് എടുത്ത് വെക്കാനായിട്ടൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരുപാട് പാത്രങ്ങളൊക്കെ കാർഡ്ബോർഡ് ബോക്സിലാക്കി സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ മാത്രം, അതായത് ഇപ്പം യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പം കൈക്കൊള്ളണ കുറച്ച് പാത്രങ്ങൾ അല്ലാത്ത ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ സെയിൽ ചെയ്ത് വെച്ചിരിക്കുക. അതിപ്പം കുക്ക് ചെയ്യുന്നതായാലും ഇതേപോലത്തെ ക്രോക്കറി ഐറ്റംസ് ആയാലും. അപ്പോൾ ഈ പ്ലേറ്റ്സൊക്കെ മിക്കവാറും ഞാനിതൊക്കെ ഓൺലൈനായിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒന്ന് ലിങ്ക് ഇപ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടില്ല. ഒന്നത് ആമസോണിൽ നിന്നാണ് വർഷങ്ങൾ മുന്നേ മേടിച്ചത്. എന്തായാലും 3-4 കൊല്ലത്തിന് മുന്നേ ഉള്ള സാധനങ്ങളാട്ടോ ഇതൊക്കെ. ഈ കഴിഞ്ഞ ഒരു 2-3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്നും പുതിയതായിട്ട് വാങ്ങിയിട്ടില്ല. അതിൽ മുന്നേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ ഞാനുണ്ടല്ലോ, അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചിലത് കാണുമ്പോൾ ഭയങ്കര കൊതി വരും. അങ്ങനെ കൊതി വന്ന് ആഡ് ടു കാർട്ടിൽ ഇട്ട് വയ്ക്കുക. അങ്ങനെ നമ്മൾ സേവിങ്സിന് വേണ്ടി വെച്ചിട്ട് കൂട്ടി ഇതുമാതിരി പർച്ചേസിന് വേണ്ടി കൂട്ടി പൈസ വെച്ചിട്ട് അങ്ങനെ അന്നൊക്കെ വാങ്ങിയിട്ടുള്ള പാത്രങ്ങളാട്ടോ. പിന്നെ എനിക്ക് കളറുള്ള പാത്രങ്ങൾ, ഡിസൈനുള്ള പാത്രങ്ങളെക്കാട്ടും ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടം വൈറ്റ് കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് വൈറ്റ് കളർ പാത്രങ്ങൾ മാത്രമല്ല, മൊത്തത്തിലെല്ലാം എനിക്ക് വൈറ്റ് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതൊക്കെ ഹോം സെൻറ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മൾ ഇപ്പം എന്താ പറയുക, മാഗി അല്ല, നൂഡിൽസ്, സൂപ്പ് അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാത്രങ്ങൾ ഒക്കെ ഞാൻ കൂടുതലും ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ കൂടെയാണ്. ബാക്കിയുള്ള സൈറ്റിൽ കൂടെ ഞാൻ അധികം വാങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ എല്ലാവരും ഫ്ലിപ്കാർട്ട്, മീഷോ, അതുപോലെ തന്നെ നമുക്കിങ്ങനെ ക്രോക്കറി ഐറ്റംസ് മേടിക്കാനായിട്ടൊക്കെ സൈറ്റുകൾ കുറേ ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് അതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കൂടുതൽ എപ്പോഴും ഓൺലൈൻ സൈറ്റ് ചെക്ക് ചെയ്ത് നോക്കുക ആമസോണാണ്. അപ്പോൾ എനിക്കിങ്ങനെ കാണുമ്പം ഞാനതൊന്ന് മേടിക്കും. അങ്ങനെ മേടിച്ചിട്ടുള്ള കേട്ടോ. അപ്പം എനിക്ക് ബ്രാൻഡിൻ്റെ പേരും അറിയില്ല, ഒന്നും അറിയില്ല. ഹോം സെൻറ്റർ മാത്രമേ എൻ്റെ മനസ്സിൽ നിൽക്കണുള്ളൂ. ബാക്കി ഏതൊക്കെ ബ്രാൻഡാണെന്നൊന്നും എനിക്കറിയില്ല. കാണുമ്പം ഞാൻ മേടിക്കും, ഇഷ്ടപ്പെടും, അപ്പോൾ എടുത്ത് വയ്ക്കും. പറഞ്ഞ പോലെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു എന്താ പറയുക, ഒരു ബീച്ച് കളറിൻ്റെ മുകളിൽ ബ്ലാക്ക് ബോർഡറാണ്. എനിക്ക് ബ്ലാക്ക് ബോർഡറും പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് പാത്രങ്ങൾ എൻ്റെ ജീവനാണ്. നിങ്ങൾക്കും ഇതുപോലെ ക്രോക്കറി ഐറ്റംസിനോട്, ഇതുപോലെ പ്ലേറ്റ്സ്, കപ്പ് സാധനങ്ങളോടൊക്കെ ഇഷ്ടമുള്ളവരുണ്ട് വെച്ചാൽ പറയൂ കേട്ടോ. നിങ്ങളിങ്ങനെ കളക്ഷനാക്കി നിങ്ങളുടെ എന്താ പറയുക ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ, എന്നെ മാതിരി ഇങ്ങനത്തെ ക്രൈസ് ഉള്ളവർ. അപ്പോൾ എനിക്ക് ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള എല്ലാ പാത്രങ്ങളും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങിയതാട്ടോ. അത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതോ അങ്ങനത്തെ ഒന്നും ഇതിനകത്തില്ല. ഒക്കെ തന്നെ ഞാൻ കൊതിച്ച് വാങ്ങിയതാട്ടോ. ഞാൻ മറ്റത് പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അവസരത്തിൽ
അതിങ്ങനെ എന്താ പറയുക കാണിച്ചു തരാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള കളക്ഷനും കൂടെ ഞാൻ കാണിച്ചു തരാം. വെക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടും പിന്നെ കുട്ടികളും പൂച്ചകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കാർഡ്ബോർഡ് ബോക്സിലാക്കി വെച്ചേക്കാം. എനിക്ക് അപ്പോൾ സങ്കടം വരും കേട്ടോ. നമുക്കിങ്ങനെ എന്താ പറയുക നല്ലൊരു ക്രോക്കറി ഷെൽഫൊക്കെ വാങ്ങി അതിനകത്ത് ഇങ്ങനെ ഇതൊക്കെ ഷോ ചെയ്ത് വെക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര കൊതിയാണ്. ആഗ്രഹങ്ങളല്ലേ. അപ്പോൾ ഇപ്പം ഇതൊക്കെ ഞാൻ തൽക്കാലം എൻ്റെ എന്താ പറയുക കിച്ചണിൽ തന്നെ അടുക്കളയിലുള്ള എൻ്റെ പഴയ ഒരു ടി വി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു നമ്മൾ മറ്റേ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന സമയത്ത്. അതിനകത്ത് അതിൻ്റെ താഴെയുള്ള ഓരോ ഷെൽഫിലൊക്കെ ആയിട്ടാണ് ഞാൻ എൻ്റെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ക്രോക്കറികളൊക്കെ വെച്ചിട്ടുള്ളത്. വേറെ എനിക്ക് വെക്കാൻ സ്ഥലമൊന്നും ഇല്ല തൽക്കാലം. പിന്നെ ഞാൻ അതിനായിട്ട് നമ്മളിപ്പം റെൻറ്റിന് താമസിക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ ആവശ്യമില്ലാത്തതല്ല ഇപ്പോൾ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പുതിയതായിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വെക്കാനായിട്ട് സ്ഥലമില്ലാത്തത്. അപ്പം എൻ്റെ കുറച്ച് ബൗളുകളാട്ടോ, ഞാൻ ബൗളുകളൊക്കെ കൂടുതലും എടുത്തു വെച്ചിരിക്കുകയാണ്. വളരെ 2-3 മാത്രമാണ് ഞാൻ പുറത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം പിന്നെ എന്താണ്, ഇതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതൊന്നും ഞാൻ വല്ലാണ്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ നല്ല ഭംഗിയുള്ള കാരണം കൊണ്ട് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ സെർവ് ചെയ്യുന്നൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ബ്രാൻഡിൻ്റെ നെയിം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നോക്കൂ, റെഡ് കളർ ഓറഞ്ച് ബോർഡർ. എനിക്ക് എന്തൊരു ഇഷ്ടം ഇങ്ങനത്തെ പാത്രങ്ങൾ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ എനിക്കറിയില്ല, നമ്മൾ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ ഉണ്ടായ സമയത്ത് ഒരു തരം പാത്രം ഉണ്ടായിരുന്നു, ഈ കഞ്ഞിയൊക്കെ കഴിക്കുന്ന പാത്രം, എന്തോ അതിനൊരു പേര് പറയും. ആ പാത്രം ഇതുപോലെ വൈറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്ലൂ കളർ ബോർഡറുള്ള പാത്രം. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കാണ് എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വാങ്ങിക്കുക. ഇതൊക്കെ പൊട്ടണ പാത്രമാണെന്ന് പറഞ്ഞില്ലേ. മറ്റേതൊരു സ്റ്റീലിൻ്റെ മോഡൽ, എന്താ കവിടിയോ അങ്ങനെ എന്തോ വരുന്നു അതിൻ്റെ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.